ചേട്ടൻ ഇവിടെ കയറിയിരിക്കണേ? ചേട്ടൻ ഇവിടെ കയറിയിരിക്കണേന്ന്? അതെന്താ നിനക്ക് നിന്റെ അച്ഛനും മാത്രം ഇവിടെ കയറിയിരിക്കാൻ പറ്റുള്ളൂ? അല്ല അങ്ങനൊന്നുമില്ല, പക്ഷെ ചേട്ടൻ ഇങ്ങനെ ഇവിടെ കയറിയിരിക്കണ പതിവില്ലല്ലോ, അവിടെ ചോദിച്ചത്. പതിവുകളൊക്കെ ഇങ്ങനെ മാറുമല്ലോ. അതുപോലെ. ആര്? ഹലോ, ഉഷേച്ചി, നിങ്ങളുടെ നല്ലവനായ ഉണ്ണി ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കൊടുക്കാം. എന്നാടാ. ഹലോ ഉഷേച്ചി. ചേച്ചി ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വരാം. പിന്നെ ചേച്ചി, ഞാൻ ഒരു 2 ദിവസത്തിന് നാട്ടിൽ കാണൂല. അയ്യോ, ഞങ്ങൾ എല്ലാവരും കൂടെ പോവാ, പടവലത്തോട്ട് പോവാ. അവിടെ നിന്ന് വന്ന് നിൽക്കാൻ പറ്റില്ല ചേച്ചി, എല്ലാവരും കൂടെ പോണല്ലേ, കുറെ നാളായി പോയിട്ട്. അല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഫോൺ വിളിച്ച് സെറ്റ് ചെയ്യാം. ആണോ? ശരി ചേച്ചി. ചേച്ചി ടെൻഷൻ അടിക്കുക വേണ്ട. ഞാൻ എല്ലാം ഡീൽ ചെയ്യാം. ശരി. എന്താടാ? എന്ത്? എടീ, ഞാനേ നമ്മള് പടവലത്ത് പോണ കാര്യം പറഞ്ഞപ്പോഴേ ഉച്ചേച്ചി ഭയങ്കര ടെൻഷനായി. സംഭവം ചേച്ചിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ, ഡീൽ ചെയ്യുന്ന മൊത്തം ഞാനാണല്ലോ. അപ്പോൾ ചേച്ചി പറയണ് നിങ്ങളൊക്കെ പടവലത്ത് പൊക്കോട്ട്, ഞാൻ അവിടെ നിൽക്കാം, ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ. അതെങ്ങനെ ശരിയാവും? നീലത് നമ്മളൊന്നും പടവലത്തോട്ട് പോകൂല, അത് ഒരു രസം ഉണ്ടാവൂല, അത് വേണ്ട. ഇപ്പൊ മനസ്സിലായിട്ടാ കേശു, നമ്മൾ സ്ഥാപനത്തിൽ ഉത്തരവാദിത്തോടെ ജോലി ചെയ്യുമ്പോൾ ഒരു തിരുമറിയും കാണിച്ച് മുങ്ങാൻ പറ്റില്ല. ഓരോരോ അനുഭവങ്ങൾ വരുമ്പോഴും ഓരോരോ പാഠം പഠിക്കൂ. നന്നായിരിക്കണ്. സത്യം പറഞ്ഞ പടവല യാത്ര ചീറ്റിപ്പോയി. വിധിയില്ലാന്ന് കൂട്ടിക്കൊല്ലണ്ടത്. എല്ലാ മൂടും പോയി. ചേട്ടാ, ചേച്ചി ഇപ്പൊ അവിടെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുവായിരിക്കും. ചേച്ചി തിരിച്ചടക്കിട്ട് കേറിക്കോ, റെസ്റ്റ് എടുക്കുന്ന എല്ലാം മോഹം തീർന്ന്. എന്തൊക്കെ മോഹങ്ങളായിരുന്നു. ആറ്റില് കുളിക്കണം, കാവില് പോകണം, അതുപോലെ തന്നെ അപ്പൂപ്പന്റെ കൂടെ പറമ്പിൽ നടക്കണം, എല്ലാം തീർന്ന്. പക്ഷെ അമ്മ വരുമ്പോ ഉണ്ടല്ല, ഞാൻ ഒറ്റയ്ക്ക് പോവും. എനിക്ക് ഈ പ്രകൃതിയായിട്ട് ഇണങ്ങിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇപ്പൊ കാണുകയും ചേച്ചി പ്രകൃതിയായിട്ട് ഇണങ്ങി അലിഞ്ഞങ്ങ് തീരും. സമയത്തിനൊക്കെ വല്ലതും കഴിക്കണം, എന്നാലല്ലേ വണ്ണം വെക്കൂ. കറക്റ്റ്, അതൊക്കെ നമ്മുടെ കേശു. ആര് കഴിച്ചില്ലെങ്കിൽ അവൻ കഴിച്ചിരിക്കും. അതിനുവേണ്ടി പല റിസ്ക് ആൻഡ് ട്രിക്സ് അവൻ എടുത്തിരിക്കും. അത് പിന്നെ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. അതിപ്പോ എന്തിനാ പ്രത്യേകം പറഞ്ഞത്? പ്രത്യേകം പറഞ്ഞപ്പോ ഫ്ലോയിലൊക്കെ പറഞ്ഞടേ. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞു കണ്ണു വെച്ച് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ആഹാരം വെറുത്തു. നീ ആഹാരം വെറുത്തുന്നാ? എനിക്ക് അറ്റാക്ക് വന്ന് ചത്താ മതിയായിരുന്നു. ചാച്ചി ചുമ്മാ കളിക്കില്ല ചേട്ടാ. എന്റെ കോലം തന്നെ നോക്ക്, ഇപ്പൊ വരെ മെലിഞ്ഞ് ഇങ്ങനായി. എന്താ കാരണം അറിയൂ? ടെൻഷൻ, ഫുള്ള് ടെൻഷൻ. പഠിത്തത്തിന് വെരി ടെൻഷൻ. ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് വായിട്ട് അല്ല 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 അതിന്റെ ടെൻഷൻ. പിന്നെ ഇപ്പൊ പുതിയതായിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ സേവന കേന്ദ്രം. എന്റെ പൊന്നെ, അതിന്റെ ടെൻഷനാണ് ഏറ്റവും വലുത്. ചിലവർക്കാണെങ്കിലേ ഈ ടെൻഷൻ കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ ആഹാരത്തോടുള്ള ആക്രാന്തവും കൂടി വരും. ചിലവര് ആക്രാന്തം കൂടി കഴിക്കും തോറും മെലി. അതാണ് ചിലവരുടെ ഒരു ആകൃതി. അപ്പൊ ചുരുക്കം പറഞ്ഞ എല്ലാം കൂടെ എന്റെ നെഞ്ചത്ത് കയറാനാണ് പ്ലാന്. എല്ലാം പിരിഞ്ഞു പോയി ഞാൻ മേളോട്ട് വെടിവെക്കും. പോ. നീ പോടെ. ഞാൻ അവിടെ പോയി, നിങ്ങൾ പോ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. നീയൊക്കെ ഇവിടെ ഇരുന്ന് ഡിസ്കസ്, നിനക്ക് എവിടെ ഇരുന്നാലും ഡിസ്കസ് ആവാൻ പറ്റില്ലേ? ശരി, എന്നാ പിന്നെ നിങ്ങൾ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഞാൻ പോണു. ശിവ, നീ കൂടെ പോണില്ലേടി? അതെന്താ അവൻ പോകുമ്പോ ഞാൻ പോടുന്നൊരു നിയമമുണ്ട്. ആ നിയമമാണല്ലോ ഇത്ര നാൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നോണ്ടല്ലോ കുഴപ്പമുണ്ടോ? ഞാനിവിടെ നിന്നാലേ ശരിയാകൂല, ഞാൻ പോകുന്ന തന്നെയാണ് നല്ലത്. അങ്ങനെ കേശു ശിവ ഒന്നും അറിഞ്ഞിട്ടില്ല. കാര്യങ്ങളൊക്കെ അതിനെ മുറക്കി നടക്കട്ടെ. നീ കിച്ചണിലോട്ട് പോകും, ഞാൻ റൂമിലോട്ട് പോകും. ഓക്കെ. നീ അങ്ങോട്ടാ പൊടി. ചേച്ചി അടുക്കളയിലായിരിക്കും, ചേട്ടൻ ഉറങ്ങാൻ തോന്നുന്നുണ്ട്. നീ പോയി എടുത്തിട്ടോ. ഒരു കാര്യം ചെയ്യ്, നീ ചേച്ചി അടുക്കളയിലുണ്ടായിരുന്നു കൺഫേം ചെയ്തിട്ടോ. വേണ്ട, ഓവറാക്കിയാ പെട്ടെന്ന് പിടിക്കും, അതിന്റെ ആവശ്യമില്ല. ആണോ? അപ്പൊ പിന്നെ ഓക്കെ. അതെ, പാറുവിനോട് വിളിക്കണ്ടേ? പാറുവിനെ അവളെ ഇപ്പൊ വിളിക്കണ്ട. ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അവള് നേരെ ഒന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കും. ശരിയാവില്ല, നമുക്കുള്ളത് മാറ്റി വെക്കാം. എന്ത്? എന്തൊക്കെയുണ്ട്? ഈന്തപ്പഴമുണ്ട്, പിന്നെ മുറുക്കുണ്ട്, മിച്ചറുണ്ട്, മുട്ടയുണ്ട്. ഓക്കെ, പുളി. ഓ നീ എന്തിനടി ഇങ്ങോട്ട് കയറി വരുന്നേ? ആരെങ്കിലും വരുന്നുണ്ടാവും, പോയി നോക്ക്. ആരെങ്കിലും വന്നു കഴിഞ്ഞാ ആളെന്നൊന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ ഞാൻ എടുത്ത് ഒളിപ്പിച്ചു വെച്ചോളാം. അവർക്ക് മനസ്സിലാവൂലേ?
എന്നാ പിന്നെ തുമ്മിയാ മതി. ആ ആ. വർക്കോട്ടോ വേഗം ആവട്ടെ. ഇല്ലടി ശിവ, ആരും വരുന്നില്ല വേഗം. അതല്ലടി നോക്ക്. ആരും വന്നില്ല. ശരി, ഇത് നോക്കാൻ പറഞ്ഞപ്പോ ദാ, നീ കഴിക്കാൻ വേണ്ടിട്ടൊന്ന് പഴം തുണിയാണോ? പോടി ഇവിടെ. ഇതെന്തോ മാജിക് ഇത്? ഇവിടെ സത്യമായിട്ട് ഞാൻ മേടിച്ചോണ്ട് വന്നൊന്ന് കാണാനില്ല. ഇത് ചതി. എടി ഒന്ന് കാണാനില്ലടി. നീ പോയി അമ്മയുടെ റൂമിൽ പോയി തപ്പ്. ഞാൻ തന്നെയല്ല വെച്ചത്. കിട്ടിയാ? ഇവിടെ എങ്ങും ഇല്ല. എനിക്ക് എങ്ങനെ അറിയാനോ? ഡീ, എന്താ ഇതിപ്പോ ആരോടും ചോദിക്കാനും പറ്റത്തില്ലല്ലോ. ഒരു കാര്യം പാടികളെ തപ്പ്. ആ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താടി ശിവ? എന്താടാ? അറബിക്കടല് വറ്റിപ്പോയെന്ന്. ആണോ? അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ചേട്ടൻ അറിഞ്ഞായിരുന്നു കേട്ടാ? അയ്യോ എനിക്കങ്ങനെ അറിയാം, എനിക്കങ്ങനെ പുതു അറിവൊന്നുമില്ലല്ലോ. നമ്മൾ മണ്ടൻ, ബാക്കിയുള്ളവരൊക്കെ ബുദ്ധിമാന്മാരില്ലേ ഇവിടെ. രണ്ടും കൂടെ നടക്കുന്ന നാടകം കളിക്കില്ലേ ചേട്ടാ? നാടകം കളിക്കണ? നാടകം എവിടെ കളിക്കണത്? പാതാളത്തില്. ശിവ, നീ വന്നേ. കാണിച്ചാലും കേട്ടാ ഇത് രണ്ടെണ്ണത്തിനും. ഇവിടെ കാണാൻ കിടക്കണേ ഉള്ളല്ല. വാടി. പടക്കണ്ടം എടുക്ക് കേശുവിന്റെ പടക്കണ്ടം. കടപ്പണ്ടം ഏതെങ്കിലും ആവട്ടെ. എടുക്കും നീ അതെടുക്കും, നീ അതെടുക്കും. ഞാനെടുക്കാം. ശരിയാണല്ലോ പൊട്ടിക്ക്. ചതിച്ചതായിരുന്നല്ലേ? ഒരു മുട്ടായുണ്ട്, എന്താ ഒരു മുട്ടായുണ്ട് ആണുങ്ങൾക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങക്ക് പണി തന്നെ അല്ലേ? അപ്പൊ ഒരു പണി അങ്ങോട്ട് ഇരിക്കട്ടെ. ഒരു മുറുക്കുണ്ട്, വേണമെങ്കിൽ കഴിച്ചോ. മൂത്തവരെപ്പോഴും മൂത്തവർ തന്നെയാടാ. അത് എത്ര മുണ്ടെടുത്താണെന്ന് പറഞ്ഞ് മൂപ്പ് കൂടൊന്നുമില്ല കേട്ടാ. ഇതാണ് നോക്കണത്. ശിവ, നിന്റെ ഈ പങ്കാളിത്ത പണി ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോളാം. എന്റെ 107 രൂപയുടെ സാധനം തിന്നിട്ട് ചേച്ചി, ചേച്ചി.